ട്ടെ തെനാക്ക് ഡിസംബർ 18 മത്തായിയുടെ സുവിശേഷം 1 18 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ അടിയിൽ മാലാഖ വന്ന് മറിയത്തെ സ്വീകരിക്കുന്നതിനെക്കുറിച്ചും ഈശോയുടെ ജനനത്തെക്കുറിച്ചും സംസാരിക്കുന്ന സംഭവമാണ് നമ്മൾ വായിക്കുന്നത്. ദാവീദിൻ്റെ പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ നീ ശങ്കിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ഭാഗം. നമ്മൾ ഈശോയുടെ ജനനത്തിന് മുമ്പും ശേഷവുമായിട്ട് വിശുദ്ധ യൗസേപ്പ് പിതാവിന് 3 സ്വപ്നങ്ങൾ ഉണ്ടായി എന്നാണ് നമ്മൾ കാണുന്നത്. 3 സ്വപ്നങ്ങളുണ്ടായി. അപ്പോൾ ഇങ്ങനെ വ്യക്തമായിട്ടും ആ സ്വപ്നങ്ങളുണ്ടായി എന്ന് പറയുന്ന ഭാഗം ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു സ്വപ്നം എന്നതിനേക്കാൾ ഉപരി അതൊരു ധ്യാനത്തിലെ ദർശനം എന്ന് ചിന്തിക്കുന്നതാണ് കുറെ കൂടി ഉചിതം. നമുക്ക് അബ്ദുൽ കലാമിൻ്റെയൊക്കെ ആ സ്വപ്നത്തെ സംബന്ധിക്കുന്ന ഏറ്റവും മനോഹരമായ വാക്യം ഓർക്കാം. ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം, നിങ്ങളുടെ ഉണർന്ന് പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ് സ്വപ്നം, അല്ലെങ്കിൽ ഉറക്കം കെടുത്തുന്നതാണ് സ്വപ്നം. അപ്പോൾ ഈ ഉണർന്ന് പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്ന സ്വപ്നം, അത് കലാം അത് പറഞ്ഞത് ഒരു കോമൺ ഒരു കാര്യമായിട്ടായിരിക്കാം പറഞ്ഞത്. പക്ഷെ അത് നമ്മൾ കൃത്യമായിട്ടും സുവിശേഷത്തിൽ അത് ആപ്ലിക്കബിളാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ സ്വപ്നക്കാരായിട്ടുള്ള വ്യക്തികളെ നമുക്ക് ബൈബിളിൽ വേറെയും കാണാൻ സാധിക്കും. പഴയ നിയമത്തിൽ ജോസഫും സ്വപ്നക്കാരനായിരുന്നു. ഈ ദർശനങ്ങൾ കിട്ടിയ മനുഷ്യനെക്കുറിച്ച് നമ്മൾ അല്ലാതെ വായിക്കുന്നുണ്ട്. നമ്മൾ പത്രോസിന് ദർശനം ഉണ്ടായതിനെക്കുറിച്ച് വായിക്കുന്നു. പത്രോസ് ഇങ്ങനെ ആകാശത്തു നിന്നൊരു കൂട, എല്ലാ മൃഗങ്ങളെയും ഉൾക്കൊള്ളുന്നൊരു കൂട താഴേക്ക് ഇറങ്ങി വരുന്നതൊക്കെ ഒരു ദർശനം കിട്ടുന്നതൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ഈ ദർശനങ്ങൾ ഒരുപാട് പേർക്ക് നമ്മൾ കാണുന്നുണ്ട്. പിന്നെ വിശുദ്ധരിലേക്ക് വരുമ്പോഴത്തേക്ക് സ്വപ്നക്കാരനായ വിശുദ്ധ ഡോൺ ബോസ്കോയെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ദർശനം കിട്ടിയ അനേകരെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. എന്താണെങ്കിലും ധ്യാനത്തിലൂടെ ലഭിക്കുന്നതാണ് ദർശനം. ഉറക്കത്തിലെ സ്വപ്നമെന്ന് ചിന്തിക്കുന്നതിനേക്കാൾ ധ്യാനത്തിലെ ദർശനമെന്ന് ചിന്തിക്കുന്നതിനാണ് കുറച്ചും കൂടെ ഭംഗിയുള്ളൊരു കാര്യം. നമ്മളിത് 3 തവണ കാണുന്നുണ്ട്. 1-ാമത്തെ അധ്യായത്തിലെ 20-ാമത്തെ വാക്യത്തിലായിട്ട് മാലാഖ ജോസഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ഉറക്കത്തിലെ സ്വപ്നത്തിൽ നിന്നാണ് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ 2-ാം അധ്യായത്തിലേക്ക് എത്തുമ്പോൾ ഈശോ ജനിച്ചു കഴിഞ്ഞ് ജ്ഞാനികൾ വന്ന് ആരാധന നടത്തി തിരിച്ചു പോയി കഴിയുമ്പോൾ ഹെറോദോസിൻ്റെ ഒരു ഇടപെടലൊക്കെ മറികടക്കാൻ വേണ്ടി മാലാഖയുടെ നിർദ്ദേശം ഉണ്ടാകുന്നു. 2-ാം അധ്യായം 13-ാം വാക്യത്തിൽ ഒരു ദർശനം ഉണ്ടാകുന്നുണ്ട്. പിന്നെ നമ്മൾ കാണുന്നത് ഈജിപ്തിലേക്ക് പ്ലാൻ ചെയ്ത് അവിടെ താമസിക്കുന്ന ഒളിവിലായിരിക്കുന്ന തിരുക്കുടുംബം തിരികെ നസ്രത്തിലേക്ക് വരാൻ വേണ്ടിയുള്ള നിർദ്ദേശം. ഹെറോദോസ് മരിച്ചു കഴിഞ്ഞു, തിരികെ എത്തുക എന്നൊക്കെ പറഞ്ഞുള്ളൊരു നിർദ്ദേശം ലഭിക്കുന്നതായിട്ട് നമ്മൾ 2-ാം അധ്യായത്തിൽ 20-ാമത്തെ വാക്യത്തിൽ വായിക്കും. അതിൻ്റെ 3 ദർശനങ്ങളാണ് യോസേപ്പ് പിതാവിന് ലഭിച്ചിരിക്കുന്നത്. 3 സ്വപ്നങ്ങൾ, 3 ദർശനങ്ങൾ. നമ്മൾ ഇന്നലത്തെ ഇങ്ങനെ വിചിന്തനത്തിൽ പറഞ്ഞ പോലെ 3 എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ്, അത് ഇങ്ങനെ പൂർണ്ണമെന്ന് പറയുന്നൊരു കാര്യമാണ്. 3 പ്രാവശ്യം സംഭവിച്ചു എന്ന് പറയുന്നത്, 3 പ്രാവശ്യം 3 തവണ പറയണം, അല്ലെങ്കിൽ 3 സാക്ഷികളുണ്ടായിരിക്കണം എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ 3 തവണ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു അർത്ഥമുള്ളത്, ഈ യൗസേപ്പ് പിതാവിന് ജീവിതത്തിലാകപ്പാടെ 3 സ്വപ്നമേ ഉണ്ടായിട്ടുള്ളൂ എന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. യൗസേപ്പ് പിതാവിന് ഈ സ്വപ്നങ്ങൾ സ്ഥിരമായിട്ടുണ്ടായിരുന്നു. യൗസേപ്പ് പിതാവിൻ്റെ ജീവിതത്തിലെ സ്വപ്നങ്ങളെല്ലാം കൂടെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നില്ല. പക്ഷേ യൗസേപ്പ് പിതാവിൻ്റെ ജീവിതത്തിൽ ഈശോയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സംഭവത്തിലെ സ്വപ്നങ്ങളാണ് നമ്മൾ കാണുന്നത്, ദർശനങ്ങളാണ് നമ്മൾ കാണുന്നത്. അതാണ് ഈ 3 എന്ന് പറയുന്നത്. വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ ജീവിതത്തിൽ യൗസേപ്പ് പിതാവ് പ്രാർത്ഥനയിൽ ആശ്രയിക്കുന്ന പ്രത്യാശയുള്ളൊരു മനുഷ്യനായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ദൈവം മാലാഖയെ അയച്ച്, ഗബ്രിയേൽ മാലാഖ എന്നാണ് പറയുന്നത്, മാലാഖയെ അയച്ച് ദർശനങ്ങൾ നൽകിക്കൊണ്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ടും പറഞ്ഞു കൊടുക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ യൗസേപ്പ് പിതാവ് ഇങ്ങനെ നടക്കാത്ത കാര്യങ്ങൾ സ്വപ്നം കണ്ട് കിടന്നുറങ്ങുന്നു എന്നുള്ളതല്ല നമ്മൾ വായിക്കുന്നത്. മറിച്ച് ഈ ഉണർന്നു കഴിഞ്ഞാൽ തൊട്ടടുത്ത് ഇനി എന്ത് ചെയ്യണം, അതാണ് ഈ സ്വപ്നം എന്ന് പറയുന്നത്. ഇപ്പം ഈ സ്വപ്നത്തിലൂടെ കിട്ടിയിരിക്കുന്ന നിർദ്ദേശം എന്ന് പറയുന്നത് ഈ ദർശനം കിട്ടിക്കഴിഞ്ഞാൽ ഉടനടി ചെയ്യേണ്ട അത്യാവശ്യ കാര്യത്തെക്കുറിച്ചാണ് ദർശനം. ഇവിടെ മറിയത്തെ സ്വീകരിക്കണമെന്ന് പറയുന്നു, ഈജിപ്തിലേക്ക് പോകണം എന്ന് പറയുന്നു, ഈജിപ്തിൽ നിന്ന് തിരികെ നസ്രത്തിലേക്ക് വരണം എന്ന് പറയുന്നു. ഇത് 3 ഉടനെ ചെയ്യുക. അത് കഴിയുമ്പോൾ തൊട്ടടുത്ത വരിയിൽ നമ്മൾ കാണുന്നത് ജോസഫ് സ്വീകരിച്ചു, ഈജിപ്തിലേക്ക് പോയി,
നസ്രത്തിലേക്ക് തിരികെ പോരുന്നു എന്ന് പറയപ്പെടുന്ന കാര്യങ്ങൾ നമ്മൾ കാണുന്നത്. തൊട്ടടുത്ത മൊമെൻറ്റിൽ കാണുക. അതായത് വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നൊരു കാര്യം, പ്രാർത്ഥിക്കുക, പ്രാർത്ഥനയിലൂടെ ദൈവം നമുക്ക് ഉത്തരം നൽകും. എപ്പോഴാണ് ഈ മാലാഖ നമ്മുടെ അടുത്തൊന്ന് സംസാരിക്കുന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാത്തിരുന്നിട്ട് കാര്യമൊന്നുമില്ല. ബൈബിൾ തുറക്കുക, വായിക്കുക, ദൈവം നമ്മളോട് സംസാരിക്കും. ദൈവം നമ്മളോട് സംസാരിക്കുന്നത്. അപ്പോൾ ഇത് സംസാരിച്ച് കേട്ട് കഴിഞ്ഞാൽ, ഒരു ദൈവം ആഗ്രഹിക്കുന്ന എന്തെന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു നിമിഷം പോലും വെയിറ്റ് ചെയ്യാതെ അടുത്തതിന് വേണ്ടി പ്രവർത്തിച്ചു തുടങ്ങണം. ഇതാണ് നമ്മൾ ഈ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കേണ്ടത്. യോസേപ്പ് നമ്മൾ പഠിപ്പിക്കുന്ന കാര്യം ഇതാണ്. ഇത് കൃത്യമായും പ്രാർത്ഥിക്കുക. യോസേപ്പ് പിതാവ് ധ്യാനത്തിൻ്റെ പ്രാർത്ഥനയുടെ മനുഷ്യനാണ്. കാരണം സൈലൻ്റാണ് യോസേപ്പ് പിതാവ്. എന്തെങ്കിലും സംസാരിച്ചായിട്ട് നമ്മൾ എവിടെയും വായിക്കുന്നില്ല. യോസേപ്പ് പിതാവ് ഇങ്ങനെ സൈലൻ്റാണ്. അത് തന്നെ അദ്ദേഹത്തിൻ്റെ ധ്യാനാത്മക ജീവിതത്തെ, പ്രാർത്ഥനാ ജീവിതത്തെ സൂചിപ്പിക്കുന്ന കാര്യമാണ്. അപ്പം അങ്ങനെ ധ്യാനത്തിലായിരിക്കുന്ന ഒരാൾക്ക് ദർശനം കിട്ടാതെ തരവില്ല. ഉറപ്പാണ് ദർശനം കിട്ടും. അപ്പോൾ ഈ ധ്യാനത്തിൻ്റെ ഭാഗമാണ് ഈ ദർശനം എന്ന് പറയുന്നത്. അർത്ഥത്തിൽ യോസേപ്പ് പിതാവ് അത്രയും മൗനിയായിരുന്നു, ഒന്നും മിണ്ടിയിട്ടില്ല. എത്രയും പ്രാർത്ഥന, അഗാധമായ പ്രാർത്ഥനയുള്ളൊരു മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ദർശനം കിട്ടിയിട്ടുണ്ട്. ഈ ദർശനമാണ് നമ്മൾ ഈ 3 സ്വപ്നം എന്നൊക്കെ പറഞ്ഞിട്ട് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? ഉടനെ തന്നെ അതനുസരിച്ച് ജീവിക്കുക, അതനുസരിച്ച് പ്രവർത്തിക്കുക, ആ വഴിക്ക് പോവുക നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഈ പത്രോസിൻ്റെ മരണവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പറയുന്നൊരു വാക്യമുണ്ടല്ലോ, അവൻ പ്രായമാകുമ്പോൾ കൈ നീട്ടുകയും മറ്റൊരാൾ അവൻ്റെ അരമുറുക്കുകയും അവന് ഇഷ്ടമില്ലാത്തടത്തേക്ക് അവനെ കൊണ്ടുപോവുകയും ചെയ്യും. പോകാനായിട്ട് അങ്ങോട്ടാണ് പറഞ്ഞ് അങ്ങോട്ട് പോകണം എന്ന് പറയുന്നൊരു കാര്യം. എന്ന് പറഞ്ഞ പോലെ ഈ ദൈവിക നിയമം അനുസരിച്ച് ഇനി അടുത്ത് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് കൃത്യമായും ദർശനം ലഭിച്ച് കഴിയുമ്പോൾ യോസേപ്പ് പിതാവ് അനുസരിച്ച് മുന്നോട്ട് പോകുന്നു. ഇതാണ് നമ്മൾ സുവിശേഷം വായിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ പോകുന്ന ഒരാൾക്ക് ഈശോയുടെ കൂടെ ആയിരിക്കാൻ സാധിക്കും, ഈശോയെ കാണാൻ സാധിക്കും, ഈശോയെ കാക്കാൻ സാധിക്കും, ഈശോയെ വളർത്താൻ സാധിക്കും, വളർത്തിയെടുക്കാനും മറ്റുള്ളവർക്ക് നൽകാനും സാധിക്കും ആണ് യോസേപ്പ് പിതാവ് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം ഇതാണ്, ക്രിസ്മസിനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ വിശുദ്ധ യോസേപ്പ് പിതാവ് നമ്മളെ പഠിപ്പിക്കുന്നൊരു കാര്യം, അഗാധമായ ധ്യാനത്തിലൂടെ ദർശനങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് സാധിക്കും. ഇപ്പോൾ നമ്മൾ പറയാറുണ്ട് ഈ ധ്യാന കേന്ദ്രങ്ങളിലേക്ക് ബ്രദേഴ്സ് അല്ലെങ്കിൽ പ്രേക്ഷിത ദർശനങ്ങൾ, അല്ലെങ്കിൽ അച്ഛന്മാർ സിസ്റ്റേഴ്സിന് ദർശനം കിട്ടി എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അപ്പോൾ ഈ ഡയറക്റ്റായിട്ട് ഇങ്ങനെ വിഷ്വലൈസ് ചെയ്തൊരു സംഭവം നമ്മുടെ കണ്ണടയ്ക്കുമ്പോഴത്തേക്ക് കണ്ണടച്ചാൽ കാണാൻ പറ്റുന്നൊരു കാര്യം എന്ന രീതിയിൽ വിഷൻ എന്ന് പറയുന്ന ഒരു സംഭവം, ഒരു സൈറ്റ് എന്ന് പറയുന്നതിൽ വ്യത്യസ്തമായിട്ട് വിഷൻ, ഒരു ദർശനം, കണ്ണടയ്ക്കുമ്പോൾ കാണാൻ പറ്റുന്ന കാര്യങ്ങൾ അങ്ങനെ ദൈവം കാണിച്ചു തരണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള ചില കാര്യങ്ങളിലൂടെ, ചില ഇടപെടലിലൂടെ ഒക്കെ നമ്മുടെ മുമ്പിലിരിക്കുന്നൊരു പുസ്തകത്തിനെ ഫാനിൻ്റെ കാറ്റടിച്ച് താളുകൾ മറിഞ്ഞു പോയിട്ട് ഒരു പേജിൽ വന്ന് നിൽക്കുകയാണ്, ഒരു താളിൽ വന്നിങ്ങനെ നിൽക്കുകയാണ്. നമ്മൾ അതിലേക്ക് ചിലപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കാണും ദൈവം എന്താ നമ്മളോട് സംസാരിക്കുന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ കൃത്യമായും പലയിടങ്ങളിൽ നിന്ന് നമുക്കത് വായിച്ചെടുക്കാൻ സാധിക്കും. ഏതളവിൽ നീ കണ്ണ് തുറന്നു പിടിച്ചിരിക്കുന്ന ആ അളവിൽ നിനക്ക് വെളിപാടുകൾ സ്വീകരിക്കാനായിട്ടുള്ള കെൽപ്പുണ്ട്, അല്ലെങ്കിൽ സാധിക്കും എന്നുള്ളതാണ് ഉറപ്പ് വരുന്നത്. അപ്പം അതിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് ഈ വിശുദ്ധ യോസേപ്പ് പിതാവ് എന്ന് പറയുന്നത്. നമുക്ക് വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥം ആവശ്യമുണ്ട്. ഈ ദിവസങ്ങൾ, ഇനിയുള്ള ദിവസങ്ങൾ കൂടുതൽ അഗാധമായ ധ്യാനത്തിലൂടെ ദിവ്യമായ ദർശനങ്ങളിലേക്ക് പ്രവേശിക്കാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.